എന്താല്ലേ ഹാൻഡ് വാഷിൻ്റെ ഒക്കെ ഒരു വില. ഈ ഒരു ചെറിയൊരു ബോട്ടിലിനാണ് ഇത്രയും റേറ്റ്. അപ്പോൾ ഇതൊന്നും നമുക്ക് നടക്കൂല. എന്നാൽ ഹാൻഡ് വാഷ് ഇല്ലാതെ അതും നടക്കൂല. കണ്ടില്ലേ, ഇത്രയും വില ഉണ്ട് ഈ ഒരു ചെറിയൊരു ബോട്ടിലിന്. എൻ്റെ ഭഗവാന് 52 ml ഉള്ളത്. എന്താ ഇതിൻ്റെയൊക്കെ റേറ്റ്? അപ്പം പിന്നെ ഞാനൊരു തീരുമാനം അങ്ങോട്ട് എടുത്തു. എന്തുകൊണ്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിക്കൂടാ? അതിന് വേണ്ടത് ഈ ഒരു സാധനം കേട്ടോ, മെയിനായിട്ട് ഗ്ലിസറിൻ. ഇതറിയാത്തവരും ആരും ഉണ്ടാവില്ല. ഇത് നമ്മളെ മിക്ക ഷോപ്പുകളിലും കിട്ടും കേട്ടോ. മെഡിക്കൽ ഷോപ്പുകളിലും വലിയ സൂപ്പർ മാർക്കറ്റുകളിലും ചെറിയ ചെറിയ കടകളിലൊക്കെ അധികം ഉണ്ടാവും. ചോദിക്കണം, അപ്പോൾ തരും. അതിനാകെ 30 രൂപയുള്ളൂ കേട്ടോ, ചെറിയൊരു റേറ്റ്. ഈ ഒരു ചെറിയൊരു ബോട്ടിൽ കൊണ്ട് തന്നെ നമുക്കൊരു 4 കുപ്പിയൊക്കെ ഹാൻഡ് വാഷ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്താലോ? എന്തായാലും എനിക്ക് അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഈ ഒരു ഹാൻഡ് വാഷ്. മക്കളൊക്കെ ടോയ്ലറ്റ് പോയാലൊക്കെ കൈ കഴുകാൻ മടിയാകും. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇവർക്ക് സുഖമാണല്ലോ കൈ കഴുകാനൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഈ ഒരു ചെറിയ കുപ്പി നമുക്ക് 4 കുപ്പി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇതല്ലേ ലാഭം. എന്തിനാണ് ആ വലിയ സംഖ്യയൊക്കെ കൊടുത്ത് നമ്മൾ വെറുതെ ആ വലിയൊരു ബോട്ടിലൊക്കെ മേടിക്കുക, ചെറിയൊരു ബോട്ടിലൊക്കെ മേടിക്കുന്നത്? അപ്പോൾ നമുക്കും ഇതേപോലെ വീട്ടിലോട്ട് ട്രൈ ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് കണ്ടില്ലേ, ഇത്രയും ഇതേപോലത്തെ ഒരു കട്ടിയുള്ള സോപ്പാണ് കേട്ടോ. കട്ടി കുറഞ്ഞ് നമ്മൾ മെഡിവിക്സ്, ചന്ദ്രിക, അങ്ങനത്തെ ഡോവ് അതേപോലത്തെ സോപ്പൊന്നും എടുത്താലൊന്നും നമ്മൾക്ക് അത്ര പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള കട്ടി കൂടിയ സോപ്പൊക്കെ എടുക്കാം. നിർമ്മ, വിവല്, അങ്ങനെ ലൈഫ് ബോയ്, അങ്ങനത്തെ സോപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, ആ ടൈപ്പൊക്കെ നമുക്ക് ഈ ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിവലിൻ്റെ ഈ ഒരു കട്ടിയുള്ള ടൈപ്പ് സോപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയും തുടങ്ങിയാലോ? അതിനായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കണ ഈ ഒരു ചുരണ്ടണ സാധനമല്ലേ, ഇതാണ് കേട്ടോ വേണ്ടത്. ഇത് അങ്ങനെ ഉപയോഗിക്കാതെ പഴയതാട്ടോ. അപ്പോൾ പഴയ സാധനങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയണ്ട, ഉപകാരമുണ്ടാക്കും. അപ്പോൾ ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ ആ പണി തീർന്നാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട പണി അങ്ങോട്ട് തീർന്നു കേട്ടോ. നമുക്ക് എന്തായാലും ചുരണ്ടി ഫുള്ളാക്കിയാലോ? സോപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചുരണ്ടി കിട്ടും കേട്ടോ. വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഭംഗിയുണ്ട് ചുരണ്ടി കിടക്കുമ്പോൾ അത് കാണാൻ കേട്ടോ. അപ്പോൾ മോള് പറയണോ, എന്ത് ഭംഗി, ഇത് കഴിക്കാൻ തോന്നുന്ന കണ്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയും ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആർക്കാ കഴിക്കാൻ തോന്നാതിരിക്കുക? പക്ഷെ കഴിക്കാൻ പറ്റില്ലല്ലോ, സോപ്പായി പോയില്ലേ. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ സോപ്പ് ചുരണ്ടി എടുത്തിട്ടുണ്ട്. സോപ്പ് ചുരണ്ടൽ കഴിഞ്ഞു, നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ ഒരു പാത്രം, നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതെടുക്കുക കേട്ടോ. പുതിയതെടുത്താൽ നമ്മൾ പാചകം ചെയ്യുമ്പോഴൊക്കെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ പഴയ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. പ്യുവർ സോപ്പിന് നമുക്ക് വേണമെങ്കിൽ 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഞാൻ 2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 2 ലിറ്റർ വെള്ളം ഒഴിക്കുക. പിന്നെ വെള്ളം നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ ചുരണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സോപ്പുകളില്ലേ, സോപ്പിൻ്റെ പീസുകൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ആ ഒരു വെള്ളത്തിൽ കിടന്ന് ആ ഒരു സോപ്പ് നല്ലപോലെ അതിലിങ്ങോട്ട് പതഞ്ഞ് അരിഞ്ഞ് ചേരണം. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, ഞാനിപ്പോൾ കുറച്ച് ഒരു ജോലീൻ്റെ തിരക്കിലാണ്. അപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ശരിക്ക് ഇടാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാവരും അതിലൊന്ന് ക്ഷമിക്കണം. ഹാൻഡ് വാഷ് ഞാൻ കുറേ ദിവസമായി ഉണ്ടാക്കണം എന്ന് വെക്കുന്നത്. കാരണം മക്കൾ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് പോയാലൊക്കെ നല്ലപോലെ കൈ കഴുകണൊരു ശീലപ്പോൾ നല്ലോണം ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഹാൻഡ് വാഷ് വയ്ക്കുമ്പോഴാണ് അവർക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ കൈ കഴുകാനുള്ളൊരു ആ ടെൻഡൻസി വരുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗ്ലിസറിനായിട്ട് ഒഴിക്കുന്നത്. കൂടുതലൊന്നും ആവശ്യമില്ല, 2 സ്പൂണ് മാത്രം നമുക്ക് മതി കേട്ടോ ഈ ഒരു സോപ്പല്ല ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ചെറിയ കുപ്പി കൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. എത്ര മീൻസ് ഒരു 4-5 ബോട്ടിലൊക്കെ ഉണ്ടാക്കാം. വെറുതെ എന്തിനാ 99-100 കൊടുത്ത് വലിയൊരു ചെറിയൊരു ബോട്ടിൽ വാങ്ങുന്നതിന് പകരം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിക്കൂടെ? ഇനി നല്ല പോലെ ഈ ഒരു ഇത് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. കാരണം ഗ്ലിസറിനൊക്കെ ഒഴിച്ചിട്ടാൽ അപ്പോൾ ആ ഒരു ഗ്ലിസറിൻ നമ്മുടെ ഈ ഒരു ലിക്വിഡിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ എത്തണം കേട്ടോ.
അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാനിത് ഉണ്ടാക്കുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ അടച്ച് വെച്ച് പിറ്റേ ദിവസം എടുത്തപ്പോഴുള്ള കാഴ്ച ഞാൻ കാണിച്ചത്. ഇതേപോലെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ലോണം ഉറച്ച് നല്ല സെറ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു സോപ്പിൻ്റെ മിക്സ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് ഉടച്ച് ഒരു ജെൽ ടൈപ്പിൽ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. എന്തായാലും ഞാൻ നല്ല പോലെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ജെൽ ടൈപ്പ് ഒരു വെള്ളം ടൈപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പണി എന്ന് വെച്ചാൽ നമുക്കിതൊരു കുപ്പിയിലാക്കണം, ബോട്ടിലാക്കണം. അതൊക്കെയാണ് ടാസ്ക്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് അങ്ങോട്ട് പോയാലോ. അപ്പോൾ ഇനിയാലും പഴയ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലൊന്നും ആരും കളയണ്ട, നമുക്കതൊക്കെ ഉപകാരമാക്കി എടുക്കാം. അല്ല പിന്നെ അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ആ ഒരു ഹാൻഡ് വാഷ് നമുക്ക് ബോട്ടിലേക്ക് വെച്ചാലോ. അത് ഒഴിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു അത് കണ്ടില്ലേ, കാളം എന്ന് പറയില്ലേ, അത് നമ്മളെ പ്ലാവിലാണ് കേട്ടോ. കാരണം ഇത് പോവൂലേ, അങ്ങനെ നേരിട്ട് നമുക്ക് ഒഴിക്കാൻ കഴിയില്ലല്ലോ, പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. സംഭവം വർക്കാവോ എന്ന് നോക്കുകയാണ് ഞാൻ. ചാടുന്നുണ്ട്, ആള് ചാടുന്നുണ്ട്. ഞാൻ ആ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇതിപ്പോൾ എങ്ങനെ ഒഴിക്കും എൻ്റെ ഭഗവാനെ നടത്തിന്. അപ്പം എന്തായാലും പിന്നീട് എനിക്ക് ഈ ഒരു ബുദ്ധി തോന്നിയത്. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം കൊള്ളാം. അപ്പം എന്തായാലും നമുക്ക് ബോട്ടിലൊന്ന് ഫില്ലാക്കിയാലോ. അങ്ങനെ ബോട്ടിലൊക്കെ ഫില്ലാക്കി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ആ ഒരു ഹാൻഡ് വാഷ് എന്നുള്ളത്. വീട്ടമ്മയ്ക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇത് തന്നെ മതിയല്ലോ. വലിയ ഭംഗിയും കാര്യവും ഒന്നും വേണ്ട, നമുക്കത് പതയോ എന്നൊക്കെ നോക്കട്ടെ. അപ്പം എന്തായാലും മോളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്തായാലും സംഭവം വർക്കായിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സ്മെല്ലും കാര്യവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ആരും നമ്മളെ നല്ല വിലയൊന്നും കൊടുത്തിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ഒന്നും ഷോപ്പിൽ നിന്ന് അങ്ങനെ മേടിക്കണ്ട. ഇതേ ടൈപ്പിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. കുറച്ച് ഭംഗിയൊക്കെ ഒന്ന് കുറയും, അതൊന്നും കുഴപ്പമാക്കണ്ടേ, നമ്മളാവശ്യത്തിനല്ലേ ഇത് തന്നെ ധാരാളം. അപ്പോൾ സാധാരണക്കാരായ എന്നെപ്പോലെ വീട്ടമ്മമാർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാലും കമൻറ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.